ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന, ശരിക്കും സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കുക്കറിനകത്ത് അവിയൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഞങ്ങളുടെ പയ്യന്നൂർ സൈഡിൽ കല്യാണത്തിനും അതുപോലെ തന്നെ ഓണം വിഷു ആഘോഷങ്ങളിലൊക്കെ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതുപോലെ നമ്മൾ ഉരുളിക്കകത്ത് ഇട്ടിട്ടല്ല ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഉരുളിയിലിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക്, ജസ്റ്റ് അടുപ്പൊന്നും ഇല്ലാതെ നമ്മൾ സ്റ്റൗവിലൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് നഷ്ടപ്പെടാതെ ഒരു 5 മിനിറ്റിലൊക്കെ നമുക്ക് നല്ല രുചിയിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേഗം തന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബീൻസാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കറികളൊക്കെ ഓരോ നാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഞാനിപ്പോൾ ബീൻസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതുപോലെ തന്നെ ഒരു മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കുറച്ച് എമൗണ്ടിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഒരു പച്ചക്കായ, അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം അരിഞ്ഞിട്ടുള്ളതാണ്. എല്ലാം ഒരേ സൈസിൽ നീളത്തിൽ അരിയുന്നതാണ് നല്ലത്. എല്ലാം ഏകദേശം ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇതിപ്പോൾ ചേനയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് വെള്ളരിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് നമ്മൾ കുക്കറിനകത്താണ് ചെയ്തെടുക്കുന്നത്. കുക്കറിനകത്ത് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്നൊരു പ്രശ്നം, പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഇളക്കിയെടുത്ത് ചെയ്യുന്നൊരു രീതിയിൽ നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കും. ഇത് പൊട്ടും പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നാട്ടിലൊക്കെയുള്ള തൈരാണെങ്കിൽ ഒരു ശരിക്കും പുളിയുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കൂടി കൈ വെച്ചിട്ട്, തവിയൊന്നും വെച്ച് മിക്സ് ചെയ്തിട്ട് പച്ചക്കറികൾ ഇതാക്കരുത്, നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ തൈര് ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊട്ടും തന്നെ വെന്ത് കുഴയുമില്ല. നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1/4 കപ്പ്, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഉപയോഗിക്കരുത്, അപ്പോൾ ടേസ്റ്റ് നഷ്ടപ്പെടും. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരു വിസിലാണ്. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, അപ്പോൾ പച്ചക്കറികൾ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക. വിസിൽ വന്ന് കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ ആ വിസിൽ കംപ്ലീറ്റ് ആയിട്ട് കളയണം. അതല്ലെങ്കിൽ പച്ചക്കറികൾ നല്ല രീതിയിൽ കുക്കായി കിട്ടില്ല നമുക്ക്, അതായത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ഒതുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പകുതി, 1/2 മുറി തേങ്ങ ചിരകിയിട്ടുള്ളതാണ് കേട്ടോ. തേങ്ങ അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്ന അത്രയും അവിയൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ തുടങ്ങി 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം, അഥവാ നമ്മുടെ കറി ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തോട്ടേക്ക് ഒരു വലിയ വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കാം. സാധാരണ ഇത് ചെറിയുള്ളി ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ അവിടെ ചെയ്യുമ്പോൾ റെസിപ്പിയിൽ ചെറിയുള്ളി ഉപയോഗിക്കില്ല, വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്ക്. ഇതിനകത്തോട്ടേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. ഒരിക്കലും പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങ് ഒതുക്കിയെടുക്കണം. സാധാരണ ഇത് അമ്മിക്കല്ലിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഒരു വിസിൽ കണ്ടില്ലേ വന്നതിന് ശേഷം അപ്പം തന്നെ ഞാൻ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് കളയുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ പച്ചക്കറികളൊന്നും വെന്ത് കുഴയില്ല. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് കുഴഞ്ഞു പോയിട്ടില്ല. കാരണം നമ്മൾ ആ തൈരും വെളിച്ചെണ്ണയൊക്കെ ചേർത്തുകൊണ്ട് ഇതിന് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ആദ്യം ഒരു ഇത്തിരി ഒഴിച്ചു കൊടുത്തത് കൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അതിനുശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണല്ലോ കേട്ടോ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഒതുക്കിയത് മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് തവി വെച്ചിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക. അതായത് പച്ചക്കറികളിലേക്ക് കുത്തി അടച്ചു കൊടുക്കരുത്. ഒന്ന് പതുക്കെ തവി വെച്ചിട്ടൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ആ പച്ചക്കറിയിൽ നിന്നൊക്കെ വന്ന വെള്ളം കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ മാത്രം, ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് തിള വരുന്നവരെ മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. എന്നിട്ട് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ആ വന്ന സമയത്ത് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തുടങ്ങി ഒരു 4 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിലുള്ള തൈര് ഒട്ടും പുളിയില്ലാത്തതായതുകൊണ്ടാണ് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന തൈരാണെങ്കിൽ ശരിക്കും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ധാരാളമായിരിക്കും. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കരുത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒരിത്തിരി ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഇതിന് ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്നത്. നമ്മൾ ടോപ്പിലായിട്ട് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ ആവശ്യാനുസരണം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ സെർവ് ചെയ്താൽ മതി. അപ്പോഴായിരിക്കും നല്ല അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുക. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും സദ്യക്ക് കിട്ടുന്ന അവിയലിൻ്റെ സെയിം ടേസ്റ്റാണ്. നമുക്ക് ഒട്ടും ടേസ്റ്റ് നഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.